ഹായ് ഓൾ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും മൊബൈൽ ഫോണിൽ പല ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അപ്പോഴൊക്കെ റീഡിംഗ് മോഡ് അല്ലെങ്കിൽ ഒരു ഡാർക്ക് സിസ്റ്റം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതായത് കണ്ണിലേക്ക് കൂടുതൽ വെളിച്ചം വരാതെ ബ്രൈറ്റ്നെസ് കുറച്ച് ഇടുന്ന ഒരു സംവിധാനം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പുതിയ ആപ്പുകളിൽ പലതും നമുക്ക് ഡാർക്ക് മോഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ റീഡിംഗ് മോഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ണിന് കൂടുതൽ സ്ട്രെസ് കൊടുക്കാതെ ഹെൽത്തി ആയിട്ട് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ഈ ഡാർക്ക് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കറിയാം, വാട്സപ്പിലൊക്കെ പുതിയ അപ്ഡേഷൻ ആയിട്ട് ഡാർക്ക് മോഡ് വന്നിട്ടുണ്ട്. അതുപോലെ പല ആപ്ലിക്കേഷനിലും ഡാർക്ക് മോഡ് വരുന്നുണ്ട്. ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് എങ്ങനെ ഡാർക്ക് മോഡ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഡാർക്ക് മോഡ് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാം സെറ്റിംഗ്സ് മാത്രം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫോൺ ഉപയോഗിച്ച് തന്നെ, ഫോണിന്റെ സെറ്റിംഗ്സ് ഉപയോഗിച്ച് തന്നെ നമുക്ക് വേണമെങ്കിൽ ഡാർക്ക് മോഡ് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് ഇൻസ്റ്റാഗ്രാമിൽ മാത്രമല്ല, മറ്റ് പല ആപ്ലിക്കേഷനിലും നമുക്ക് ഡാർക്ക് മോഡിലേക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് നമ്മുടെ ഫോണിൽ ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇതിനായി നിങ്ങൾ വീഡിയോ മുഴുവനായും കാണുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണാം. ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അക്കൗണ്ട് ആണെങ്കിലും പേജ് ആണെങ്കിലും അതിൻ്റെ സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപോലെയാണ് ഈ കാര്യങ്ങളെല്ലാം. ഓക്കെ, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണല്ലേ. നമുക്ക് പോസ്റ്റുകളൊക്കെ എടുത്ത് നോക്കാൻ സാധിക്കും. ഇതിനകത്ത് കാണുന്നത് പോസ്റ്റുകളെല്ലാം വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ്. നമ്മുടെ ഇമേജ് ഒഴികെ അല്ലെങ്കിൽ പോസ്റ്റുകൾ ഒഴികെ ബാക്കിയെല്ലാം വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പോൾ നമുക്കറിയാം, ഡിസ്പ്ലേ വൈറ്റ് ആകുമ്പോൾ കൂടുതൽ വെളിച്ചം പുറത്തേക്ക് വരും. രാത്രിയിലൊക്കെയാണ് നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നതെങ്കിൽ കൂടുതലായിട്ടുള്ള വെളിച്ചം നമുക്ക് കണ്ണിലേക്ക് വരും. അപ്പം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഡാർക്ക് മോഡ് കൂടുതൽ ആപ്പുകൾ ഇപ്പം കൊണ്ടുവന്നിരിക്കുക. അപ്പം ഒരു കാര്യം കൂടി പറയുവാണ്, നമ്മുടെ സ്വന്തം ഒരു ഇൻസ്റ്റഗ്രാം പേജാണ്. ഏലയ്ക്ക എന്നാണ് പേജിൻ്റെ പേര്. ഒരു എഴുത്ത് കൂട്ടായ്മയാണ് കേട്ടോ. പുതിയ എഴുത്തുകാരെയും വായനക്കാരെയും ഒക്കെ സഹായിക്കുന്ന അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പേജാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിവേ, നമ്മൾ ഇൻസ്റ്റഗ്രാം എങ്ങനെയാണ് ഡാർക്ക് മോഡിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് നമുക്ക് ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ഉള്ള സെറ്റിംഗ്സ് ഒക്കെ ജസ്റ്റ് നോക്കുവാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഡാർക്ക് മോഡ് എവിടെയാണെന്നുള്ളത് കാണാനായിട്ട് സാധിക്കില്ല. ഇനി നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഏറ്റവും മുകളിലുള്ള 3 ലൈൻസ് ആണ് നമ്മുടെ ഓപ്ഷൻസ് എടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഏറ്റവും അടിയിലാണ് സെറ്റിംഗ്സ്. ഏറ്റവും അടിയിൽ കാണുന്നതാണ് സെറ്റിംഗ്സ്. ഓപ്പൺ ഫേസ്ബുക്ക് ഒക്കെ കഴിഞ്ഞ് ഏറ്റവും അടിയിലാണ് സെറ്റിംഗ്സ്. സെറ്റിംഗ്സ് എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സെറ്റിംഗ്സ് കാണാൻ സാധിക്കും. അതായത് അക്കൗണ്ട്, പ്രൈവസി, സെക്യൂരിറ്റി, പല ഓപ്ഷൻസ് ഉണ്ട്. അക്കൗണ്ടിനകത്തൊക്കെ നോക്കിയാൽ നമുക്കിവിടെ പല പല ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ വെച്ച് നമുക്ക് പിന്നീട് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഇതിനകത്ത് സെറ്റിംഗ്സിനകത്ത് തന്നെ ഏറ്റവും അടിയിൽ, സെറ്റിംഗ്സിൻ്റെ ഏറ്റവും അടിയിൽ നോക്കുക, തീംസ് എന്ന് പറയുന്ന ഓപ്ഷൻ. തീംസ് സെറ്റിംഗ്സിന്റെ ഏറ്റവും അടിയിൽ ലൈറ്റിന് തൊട്ട് മുകളിൽ തീംസ്. അവിടെ ഒരു പെയിന്റ് ബ്രഷിന്റെ സിമ്പിൾ ആണ്. തീം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ലൈറ്റ്, ഡാർക്ക്, സിസ്റ്റം ഡിഫാൾട്ട്. ഇപ്പോൾ സിസ്റ്റം ഡിഫാൾട്ട് ആണ് കിടക്കുക. അത് ലൈറ്റ് തീം തന്നെയാണ്. ഇനി ഡാർക്ക് കൊടുത്ത് നോക്കുക, ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയി. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയി. ഇനി വീണ്ടും ലൈറ്റ് കൊടുക്കുകയാണെങ്കിൽ സിസ്റ്റം ഡിഫാൾട്ട് കൊടുക്കുകയാണെങ്കിൽ വൈറ്റ് ആയി. ഇപ്പോൾ ഡിഫാൾട്ട് ആയിട്ട് വൈറ്റ് ആയിരിക്കും. ഡാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഡാർക്ക് തീമാണ് നമുക്ക് കിട്ടുക. ഇതിപ്പം ഇൻസ്റ്റാഗ്രാം സെറ്റിംഗ്സിൽ കയറിയാണ് നമ്മൾ ഇതിൻ്റെ തീം ചേഞ്ച് ചെയ്തത്. ഇൻസ്റ്റാഗ്രാം സെറ്റിംഗ്സിൽ കയറി നമ്മൾ തീം ചേഞ്ച് ചെയ്തു. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും പോസ്റ്റിൽ ആ ഇമേജിൻ്റെ ആ ഫിഗർ ഓക്കെ. അത് കഴിഞ്ഞ് ബാക്ക്ഗ്രൗണ്ട് എല്ലാം എന്താണ്, ബ്ലാക്ക് തീമാണ് അല്ലേ. ബ്ലാക്ക് തീമാണ്, അതായത് ഡാർക്ക് തീമാണ്. അപ്പം കണ്ണിന് അത്രയും കുറച്ച് വെളിച്ചമേ കണ്ണിലേക്ക് വരുന്നുള്ളൂ. നമുക്ക് കുറച്ചുകൂടി സ്ട്രെസ് ഇല്ലാതെ തന്നെ ഫോൺ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അത് ഡിഫാൾട്ട് ആക്കുന്നു. സിസ്റ്റം ഡിഫാൾട്ട് ആക്കി ഇടുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഫോൺ സെറ്റിംഗ്സിൽ നിന്ന് എങ്ങനെ ഇൻസ്റ്റാഗ്രാം ഡാർക്ക് മോഡിലേക്ക് ചേഞ്ച് ചെയ്യാം. അതിനായി ഫോണിൻ്റെ സെറ്റിംഗ്സ് എടുക്കുക, ജസ്റ്റ് ഡാർക്ക് മോഡ് എന്ന് ടൈപ്പ് ചെയ്യുക. അല്ലെങ്കിൽ സെറ്റിംഗ്സ് എടുക്കുക, ഡിസ്പ്ലേ സെറ്റിംഗ്സ് എടുക്കുക, ഡാർക്ക് മോഡ് എടുക്കുക. ഇനി അവിടെ ഡാർക്ക് മോഡ് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഫോണിനകത്ത്, സിസ്റ്റത്തിനകത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഏതൊക്കെ ആപ്പുകളിൽ അതിൻ്റെ തീം നമ്മൾ ഡിഫാൾട്ട് ആണോ കൊടുത്തിരിക്കുന്നത് അതെല്ലാം ഇപ്പോൾ ബ്ലാക്ക് മോഡിലേക്ക് വരും. ഇപ്പോൾ ഡിഫാൾട്ട് അല്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാം കൊടുത്തിരുന്നത്, അതുകൊണ്ടാണ് അത് വൈറ്റ് തന്നെ കിടക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ തീം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പം, ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പം ഇതിൻ്റെ തീം എന്ന് പറയുന്നത് ബൈ ഡിഫാൾട്ട് ആയിരിക്കും. ഡിഫാൾട്ട് ആണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ ഡാർക്ക് മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം എന്തായി, ഡാർക്ക് മോഡിലേക്ക് ചേഞ്ച് ആകും. അതിനുവേണ്ടി ഇൻസ്റ്റാഗ്രാം സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യണമെന്ന് നിർബന്ധം ഇല്ല. ഓക്കെ, ഇനി നമുക്ക് ഫോണിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫോണിനകത്ത് ഈ ഡാർക്ക് മോഡ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷനും ഡാർക്ക് മോഡിലേക്ക് പോകും. അത് ഒഴിവാക്കണമെങ്കിൽ വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം സെറ്റിംഗ്സിൽ കയറി തീംസിൽ കയറി നമുക്ക് ഡാർക്ക് മോഡ് എനേബിൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏലയ്ക്ക പേജ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ഫോളോ ചെയ്യുക.
കൂടുതൽ നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.